It's a beautiful night, looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares baby, I think I wanna marry you. Well, I know this little chapel on the boulevard we can go. No one will know. Oh, come on, girl. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവേൻ. അവന്റെ വിശുദ്ധ നാമത്തിനെ സ്തോത്രം ചെയ്യുവേൻ. നമുക്കിന്ന് പൽക്കാലത്തെ ഒരു ദൈവത്തിന് മൊത്തം കരയേറ്റാനുള്ള വിശേഷം നമ്മുടെ പ്രിയ ജനനം മുതൽ നിമിഷം വരെയും ദൈവം തന്റെ കൃപയിൽ അവളെ മറച്ചു, പരിപാലിച്ചു, ആപത്തെ അനർത്ഥങ്ങളെല്ലാം വിടുവിച്ചു. ഞാൻ വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി, ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചു. തക്ക സമയത്ത് തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാനുള്ള അതിന്റെ പ്രാരംഭ സ്റ്റെപ്പ് എന്നോള് ഇന്ന് രാവിലെ സമയം നമ്മൾ ആ എൻഗേജ്മെന്റിനായിട്ട് കടന്നു വന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, കൃപയും കരുണയും എല്ലാം കൂടിയിരിക്കേണ്ടതിനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരണം. കടന്നു വരുന്ന ദൈവദാസന്മാർ ദൈവജന ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരണം. അതിനായി ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. യാത്രയെല്ലാം സഹായിക്കണം. പല ബന്ധുപാടിലെ കടന്നു വരുന്നവരുണ്ട്. അവരുടെ യാത്രയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയും അനുഗ്രഹമായി തീരേണ്ടതായിട്ട് അല്പനിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചാൽ ഞാൻ പ്രിയ അമ്മന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പേരിന്റെ ജനനം മുതൽ ഇനി നിമിഷം വരെയും അവിടുന്ന് അവളെ പരിപാലിച്ചത്, ആളുകളിൽ നിന്ന് വിടുവിച്ചത്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കർത്താവെ ജോലിയോട് നൽകിയതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്ന കൃതയോളം അവരുടെ കൂടിയിരുന്ന ആലോചനക്കാരനായി സഖിയായി കർത്താവെ തുണയായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി ചെയ്യണം കർത്താവെ. പലപ്പോഴും തരത്തോളം ശത്രു നോക്കിയ ഇടങ്ങളിലെല്ലാം അവിടുന്ന് താങ്ങി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ശിഷ്യാതെ ഈ രാവിലെ സമയം കർത്താവിന്റെ മരുന്ന് വേണ്ടി ഒരുക്കിയ ആ പ്രിയ കർത്താവ് അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കായി കരുതിയുള്ള കർത്താവെ ഇന്ന് ഈ രാവിലെ സമയം ഞങ്ങൾ എന്റെ എൻഗേജ്മെന്റിനോടുള്ള ആ കർത്താവ് ശുശ്രൂഷയായി ഈ ഭവനത്തിന്റെ യാത്ര തിരിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം കൃപയെല്ലാം കൂടിയിരിക്കണമേ. യാത്രയെ സഹായിക്കണമേ. കർത്താവെ, ശുശ്രൂഷകളെ മാനിക്കണമേ. ആ കുഞ്ഞുങ്ങൾ ഇരുവരും തുടർന്നവരുടെ വിവാഹം അതോട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം കർത്താവെ. തുടർന്നുള്ളവരുടെ ഭാവി ജീവിതമെല്ലാം അതിന്റെ രാജ്യത്തിന്റെ കെട്ടുമണിക്ക് ഉതകുന്നവരായി നല്ലൊരു മിഷണറി ഫാമിലിയായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം കർത്താവെ പ്രിയ പൈതലിന് വേണ്ടി പ്രത്യേകരെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയ സമയം അവളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പേരുള്ളവർക്കായി സ്തോത്രം. രക്തബന്ധങ്ങൾ, ചാർച്ചക്കാർ, ദേശവാസികളെ കർത്താവെ ക്ഷണിക്കപ്പെട്ട് കടന്നു വരുന്ന എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചാണ് മഹത്വത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. It's a beautiful night, we're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares baby, I think I wanna marry you. Just say I do.
something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares, baby? I think I wanna marry you. അവരുടെ നിശ്ചിതമായിട്ട് നമ്മളുടെ വന്നിരിക്കുകയാണ്. പ്രായമായി വിശ്വസിക്കുന്ന സ്നേഹം അറിയിക്കുന്നുണ്ടോ ഈ ശുശ്രൂഷയെ നിങ്ങളെ സ്വാഗതിച്ചുകൊണ്ട് പ്രായമായി ഓർമ്മിക്കട്ടെ. വിശ്വസിക്കാതെ ഒരു 6 മാസത്തിന് മുൻപ് പ്രിയ കുഞ്ഞുങ്ങൾ അവരെ കാണാനും അവരെ കഴിയുകയും ആ സമയങ്ങളിൽ വിവാഹം നടക്കാൻ കഴിയാതിരുന്നതിനാലും സമയത്തേക്ക് ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് അന്ന് പിന്നെ ഞങ്ങൾ അനന്തരമായി ദിവസങ്ങൾക്ക് മുൻപൊക്കെ പ്രിയ ഫാമിലി പ്രിയ സിസ്റ്റർ ഫാമിലി ചർച്ചക്കാരെ വിശ്വാസികളൊക്കെ ഉണ്ട്. വലിയ വിശേഷിച്ച നാമത്തിലെ ഫംഗ്ഷനിലേക്ക് കണ്ടുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശിശുദ്ധീനായിട്ട് പ്രിയ ക്ഷണം സ്വീകരിച്ച് കടന്നിരിക്കുന്ന ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. വേദിക്കാനിരിക്കുന്ന ദൈവീകനായ ദൈവദാസന്മാർ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും കരച്ചിരിക്കുക. വളരെ നാളുകളിലെ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും ഒക്കെ ഫലമെന്ന വണ്ണം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് ഇവിടെ നടത്തപ്പെടുവാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ സർവശക്തനായ ദൈവം സംഗതി വരുത്തിയല്ലോ. അതിനായി ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ ഞാൻ വിചാരിക്കുന്നത് പ്രിയ ഫിബിൻ്റെ ചർച്ചിലെ സഭാ ശുശ്രൂഷകൻ എന്ന നിലയിലാണ്. പ്രിയ ഫിബിനെ ഒരു വാക്കിൽ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകം ഫിബിൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവും അമ്മും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ടായിരുന്നു. തുടർന്ന് ചിന്തി അവർ കാലക്രമേണ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവരുടെ മാതാവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ സത്യത്തിലേക്ക് അറിയാം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. വളരെ വളരെ സ്നേഹത്തെ ഞങ്ങളെ കരുതിയൊക്കെ ചെയ്യുന്ന അനുഭവിച്ചിട്ടുണ്ട്. അന്നത്തെ ദൈവത്തിന് മതത്തിലേക്കാണ്. അതുകൊണ്ട് 13-ാമത്തെ വയസ്സ് തുടങ്ങി ഏകദേശം ഒരു +2 കഴിയുന്ന വരെ തന്നെ നല്ല കസ്റ്റഡിയിലുണ്ടായിരുന്നതാണ്. ദൈവജനം വളരെ ആത്മീയമായി പഠിപ്പിക്കാൻ അഭ്യസിപ്പിക്കാൻ ഒക്കെ ഇടയായിരുന്നു. എങ്കിൽ യാത്ര പറയുന്നു 1:22 വചനം നിങ്ങൾ കേട്ട് മാത്രം ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ നിന്നുകൊണ്ട് ചതിക്കരുത്. അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ ചതിക്കരുത്. അപ്പം അതുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നോട് ഞങ്ങളുടെ അത് ഞങ്ങൾ ചെയ്യുന്നു. അനുസരിക്കുക എന്നുള്ളത് വ്യക്തിപരമാണ്. അങ്ങനെ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യാഗത്തേക്കാൾ മുട്ടാളുടെ മനസ്സിനേക്കാളൊക്കെ നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനനുസരിച്ച് നിൽക്കുന്ന ആ ദൈവസ്നേഹത്തെ സ്തുതിക്കുന്നു. അതാണ് അമ്മൂലിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു സാക്ഷ്യം. ദൈവം ഈ വേദിയുടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
തുടർന്നുള്ള നിമിഷങ്ങളെ ഞാൻ ആലോചിക്കും. ആ സമയത്ത് രേഖകളെ ഒഫീഷ്യലായിട്ട് സമയം എടുക്കുകയാണ്. ആ സമയത്തേക്ക് പ്രിയ ബന്ധുവരനും മാതാപിതാക്കളും സഭയിലെ 2 സഭയിൽ മുതൽ സാക്ഷികളും സഭാ ശുശ്രൂഷകന്മാരും മുതൽ ഒപ്പുവയ്ക്കുന്നതാണ്. കേരള സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ കനത്തടി വില്ലേജ് വൈദ്യ മിഷണറി ചർച്ച് ചുള്ളിക്കര സഭയിൽ കല്ലുമലയ്ക്ക് വീട്ടിൽ ശ്രീ ബിനോയ് ആന്റണിയുടെയും ശ്രീമതി ഗ്രേസി ലൂക്കോസിന്റെയും മകൾ 27 വയസ്സുള്ള ജസ്റ്റീന ബിനോയിയും കേരള സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താലൂക്കിൽ പെരിങ്ങൽ വില്ലേജിൽ പെരിങ്ങം മൗണ്ടാമൽ AG സഭയിൽ കീച്ചേരി വീട്ടിൽ ശ്രീ KT ഫിലിപ്പിന്റെയും ശ്രീമതി ഫിലോമിന ഫിലിപ്പിന്റെയും മകൻ 28 വയസ്സുള്ള ഫിബിൻ KTയും തമ്മിലുള്ള നിശ്ചിത വിവാഹം 2025 സെപ്റ്റംബർ മാസം 11-ാം തീയതി രാവിലെ 10:30 മണിക്ക് ആലപ്പുഴ നെടുങ്കാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന വീടുകൂട്ടരുടെയും മാതാപിതാക്കളും ബന്ധപ്പെട്ട സഭാപ്രതിനിധികളും കൂടി ഇന്നേ ദിവസം 9:25 ആലോചിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ സമയം ഈ രേഖയിലേക്ക് നിയുക്ത വധുവരൻ, അവരുടെ പേരൻസ്, ദൈവദാസന്മാര്, 2 സാക്ഷികൾ, ഈ ഇരുസഭയിൽ നിന്ന് ഓരോ സാക്ഷികൾ വിശു. Something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares baby, I think I wanna marry you. വളരെ സന്തോഷപ്രദമായിരുന്ന ഈ സുദർശനാളിലേക്ക് സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞും ഇതിനും ദിവസത്തിൽ നമ്മുടെ സ്ഥാനത്തിൽ ഒരു നവജീവിതം സമാരംഭിക്കുന്നതിന് വേണ്ടി ദൈവഭാഗം പ്രതിനിധിക്കുന്ന നിമിഷമാണ്. വളരെ സംബന്ധിച്ച് വളരെ ഏറ്റവും സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം വിവാഹത്തിൻ്റെ തീരുമാനമാണ്. കാരണം മരണം വരെ നിൽക്കുന്ന ഒരു തീരുമാനമാണ്. മറുത്ത് അല്ലാതെ വേർതിരിക്കാൻ കഴിയാത്ത ഒരു ബാന്ധവത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. മറ്റെല്ലാം മുൻപഴങ്ങളിൽ മാറ്റിവെക്കാൻ വിദ്യാഭ്യാസമോ ജോലിയോ താമസസ്ഥലങ്ങളോ ഭവനങ്ങളോ ഒക്കെ മാറ്റണം. പത്തനാരായണൻ പോകണം. അവൻ സർവ്വത്തിൽ പറഞ്ഞു ഉടമ്പടി പോയിട്ട് എൻ്റെ തന്നെ വിടണം. ഒരു ടാസ്കാണ്. വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക പങ്കാളിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ ഓഫർ അവർ പഠിച്ചതല്ല, അവർ അമ്മയ്ക്ക് കഴിയില്ല.
അവിടെ ജോലി ഉണ്ടായിരുന്നു, സുന്ദരിയാണ്, എന്ത് വേണം ഞാൻ കെട്ടിക്കോളാം. ഇല്ല, അങ്ങനെ പറ്റില്ല. നിർബന്ധമായിരുന്നു ഒരു വിശ്വാസി കഴിഞ്ഞ പാടുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായിട്ട് അപ്രധാന തീരുമാനം അനുസരിച്ച് എല്ലാ സംഭവം ദൈവം ഒരുക്കി കൊടുത്തു. എല്ലാ സമർപ്പിക്കുന്നതിൽ അവർക്ക് സമ്മതമാണ്. അങ്ങനെ അവിടെ വീണ്ടും കാണുന്നത്. അതുപോലെ ഓരോരോ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ഒരു നല്ല തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ്. ആദം നോക്കുമ്പോൾ ഹവ്വയെ മരിച്ചുപോയി, പിന്നെ ഏകോഷ് ഇങ്ങനെ വന്നത് നമുക്കറിയാം. ഹാനോക്ക്, നോഹ, ഒരു ജനറേഷൻ. അപ്പുറത്ത് വന്നവരുടെ കയ്യിൽ നഷ്ടപ്പെടുന്നു. പിന്നെ അനേക കുടുംബം തകരുന്നുണ്ട്. കേവലം ഭൗതികതയിലും സ്ഥാനമാനങ്ങളിലും പദവികളിലും ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുകിയിട്ട് ലാഭത്തിൽ സംഭവിച്ചു. രണ്ടു ഭാര്യമാർക്ക് ഇഷ്ടം പോലെ അവരെല്ലാത്തിൻ്റെയും ഫോണുകളാണ്. അതായത് വ്യവസായം, കല, സാഹിത്യം, സംഗീതത്തിലൊക്കെ ഫോണുകളുടെ മക്കളാണ്. അവൻ ആഗ്രഹിച്ചപ്പോൾ കൊല്ലും ഇന്ന് ഒരാളെ തലങ്ങൾ ജീവിക്കാൻ പറ്റില്ല. അതൊരു ചെറിയ പെണ്ണം അതേ മൂന്ന് പേര് ഇവന്റെ മരണം സംഭവിക്കുമ്പോൾ ലോകം അവസാനിക്കും. അത് ഞാൻ ദൈവത്തിന് വർഷമാകുന്നു. കുടുംബങ്ങളുടെ കടന്നു വന്നു. ഞാൻ കേൾക്കണമെന്ന് പല ഭാഗങ്ങളുണ്ട്. ഇടവിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ ലോകരാജ്യങ്ങളിൽ ന്യൂസിലൻഡിലും UK അതുപോലെ തന്നെ മറ്റു അനേക രാജ്യങ്ങളിലും കേരളയിലും ഗൾഫിലൊക്കെ നടക്കുന്നുണ്ട്. അവർ രചിച്ചു പോയില്ല. ഈ സമുദായങ്ങളൊക്കെ വിട്ട് ഈ ഒരു പദ്ധതി എണ്ണത്തിൽ ചിന്തിച്ചെങ്കിൽ അവർക്ക് ഇന്ന് ആശ്ലേഷിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇത് നല്ല മാർഗമാണത്. ഈ പ്രിയ പിന്നോട്ട് മൂന്ന് മക്കൾ വീട്ടുകളായ കുഞ്ഞുങ്ങളാണ്. ഒരു ഭാഗം ആറ് കഴിഞ്ഞ് ഉണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ദൈവം ഒരുമിച്ചുണ്ടായിരുന്നു. ദൈവം കരുതുന്നവരായ ദൈവമാണ്. അതൊരു സാക്ഷ്യമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരിൽ ചേരേണ്ട, നിങ്ങൾ എഴുതി ചേരേണ്ട ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിലാകുക. പിന്നെ കൂട്ടായ്മയ്ക്ക് സ്ഥലമാണല്ലോ പോകണം. വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുക. അത് അധികമാക്കുക. ഒരുപാട് പ്രായമുണ്ട്. കഴിഞ്ഞ 10-60 വർഷമായി ദൈവത്തെ സേവിക്കുന്ന എനിക്ക് ധൈര്യം പറയാൻ ലോകത്തെ കുറിച്ച് ഇതാണ് സത്യമാണ്. മനുഷ്യനാണ് തുടങ്ങുകയാണ്. പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി പടക്കം പാടുന്ന ഈ വചന മനസ്സിൽ ജീവിക്കുന്ന ഒരു ഭാഗ്യം വേറെയില്ല. ഈ കുടുംബം അങ്ങനെ നയിച്ചുകൊണ്ട് ഈ കർമ്മജീവിതത്തെ ആശംസ ഇനി അങ്ങനെ കുടുംബം ഉണ്ടാകട്ടെ. വ്യക്തിപരമായ യേശുവിനെ സ്വീകരിക്കുക. യേശു ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രലോഭനങ്ങൾ വന്നാലും പ്രതിഫലം വന്നാലും പോരാടുന്ന യേശുവിനെ വേണ്ടി നോക്കുക. തക്ക സമയത്ത് വിളിക്കാനും ദൈവമാണ് ഈ വിവാഹം പഠിക്കുക. ഇനി ഞാൻ പറയാൻ കാര്യം കാണുന്നല്ല താൽക്കാലികമാണ്. ഇവിടെ ഒരു വേദിയിൽ ഒരു മക്കളിരിക്കുന്നു, വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ ആലക്കോട് വെച്ച് ഇതിൻ്റെ വലിയ പേരിൽ വലിയ അവരുടെ സാഹിത്യത്തിൽ അവർ ഉടമ്പടി ഉണ്ടാകുകയാണ്. ഇതെല്ലാം ഒരു നേരാണ്. കാണുന്നതെല്ലാം ആർക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ജീവിതം ഞാൻ എൻ്റെ നല്ല കാലത്തിൽ ഡിഗ്രി പഠിക്കുന്നത് ട്രിവാൻഡ്രം മാറി ഗേൾസ് കോളേജാണ്. അന്ന് കേരളത്തിൽ ഏറ്റവും നല്ല കോളേജാണ്. അപ്പോഴേക്കാണ് ഞാൻ പേര് കിട്ടത്. ആ സുലഭമായ പഠന സമയത്ത് ദൈവം സംസാരിച്ച പോലെ കാണുന്നതെല്ലാം ആൾക്കാരാണ്. ഇനി എത്ര തള്ളി പരിധി ദുരന്തം നേട്ടം എല്ലാ ജീവിതത്തിൽ വലിയ മാർഗദർശനമുണ്ടായി. സത്യം എന്നെ കണ്ടെത്തി, ഞാൻ സത്യം കണ്ടെത്തി. എൻ്റെ ഹൃദയം സമർപ്പിച്ചു. എനിക്ക് ലോകത്തിലൊന്നും വേണ്ട, അതിനു വേണ്ടി ജീവിക്കണം. കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിനെ സാക്ഷിക്കാൻ എനിക്ക് രചിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് കാണുന്നത് താൽക്കാലികമാണ്. ഇതിന് പൊരുളുണ്ട്. ഇതൊരു നേരാണെങ്കിൽ ഇതിനൊരു പൊരുളുണ്ട്. ഒരു വിവാഹം ഒരു രഹസ്യമാണ്, ഒരു മർമ്മമാണ്, ഒരു നിശ്ചിതയാണ്. ബൈബിൾ പറയുന്നത് ഒരു പുരുഷൻ അപ്പനെ അമ്മയെ വിട്ട് ഫലപ്പെടുത്തി ഇവർ ദേഹമായി തീരുന്നു. ദൈവം യോജിപ്പിച്ചാൽ ആഗ്രഹിക്കാൻ പാടില്ല. അതൊരു മർമ്മം. Man shall leave and cleave and become one flesh, and they are no more two but one. ലോകത്തിൽ ആർക്കും ഒരുമിച്ചാക്കാൻ പറ്റുന്നത് ദൈവമാണ് വിളിച്ചാക്കുന്നത്. സൃഷ്ടികർത്താവാണ് ചെയ്തത്. വരുന്ന ദിവസത്തിൽ പോയി കാണാൻ കഴിയും. ദേവസ്ഥാനമായി പ്രപഞ്ചമുണ്ടാക്കിയ ആദമുണ്ടാക്കിയ സൃഷ്ടാദികളെ ഇവരെ സങ്കല്പിക്കുമാറാകട്ടെ എന്ന് ഉടമ്പടി ചെയ്യും. ദൈവം വിളിപ്പിക്കും. അവർ വേറെ ചടങ്ങുകളില്ല. ഇവിടെ പ്രത്യേകിച്ച് സ്ഥാപിക്കുന്നതറിയില്ല. ഇവിടെ ആചാരാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ല. ദൈവമാണ് വിളിപ്പിക്കുന്നത്. എത്ര ശ്രേഷ്ഠമൊന്നുമില്ല.
മറ്റുള്ളവർ പറഞ്ഞത് കാണുന്നതാക്കാൻ കാണുന്നില്ല. വിവാഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് ഭാഗത്തെല്ലാം പറഞ്ഞ് വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി വിവാഹം നടന്നു, പിന്നെ കുടുംബങ്ങൾ ആക്കിയിരുന്നു, പിന്നെ മതമുത്തമിക്കുന്ന ഒരു പ്രേമലാവുക വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കാന്തനും കാന്തയും തമ്മിലുള്ള അവരുടെ ആ ഒന്നിച്ചേരലും അവർ പ്രതീക്ഷയും സന്തോഷവും പ്രതീക്ഷിക്കുന്ന വളരെ കാവ്യമാണ് തമ്മിൽ വിവാഹപ്രാധാന്യം ഞാൻ കൈകൊള്ളുന്നുണ്ട്. ഇത് സന്യാസമാർഗമല്ല, വിവാഹം ഏറ്റവും ശ്രേഷ്ഠമാണ്. വിവാഹം എല്ലാവർക്കും പറയുകയാണ്, പ്രത്യേകിച്ച് പുതുന്മാരെന്നോ അതിനൊന്നുമില്ല, എല്ലാത്തുമാരും ആദ്യം വരവടിച്ചതോടെ വിവാഹം അപ്പൂർവ കർത്താവ് ആദ്യം അനുഗ്രഹിച്ചത് വിവാഹത്തിന്റെ വീട്ടിലാണ്. വിവാഹത്തെ ദൂരത്തോടെ ചെയ്തത് ദൈവത്തെ നല്ലവരായ ദൈവമാണ്. അപ്പം വിവാഹത്തെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഇതൊരു നേരാണ്. ഞാൻ ഒന്നുകൂടെ മറുപടി പറയാൻ ഞാൻ സമയം നൽകിയില്ല. നമുക്ക് അല്പം കഴിക്കാൻ പ്രശ്നം കിട്ടാൻ കഴിയും. ഒറ്റ പറഞ്ഞ വലിയ ഒരു ധൈര്യമായ ആ ദൈവം. അപ്പോൾ ദൈവം തീരുമാനിച്ചാൽ നിനക്ക് പെണ്ണ് വേണ്ടേ, നിനക്ക് ജീവിത പങ്കാളി വേണ്ടേ, നിനക്ക് സ്നേഹിക്കാൻ പാത്രം വേണ്ടേ. അങ്ങനെ പൂർവ്വകാലത്ത് ദൈവം പ്ലാൻ ചെയ്താണ് സ്വാഭാവികമായിട്ട് മണവാട്ടി. ഇതെല്ലാം എഴുതുന്നതല്ല, ബൈബിൾ പറയുന്നത്. ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പസം പറയുന്നത് നിങ്ങളുടെ ലോകസ്ഥിതിച്ചതാണ്. അങ്ങനെ മണവാട്ടിയാണ് ദൈവത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നത്. അപ്പൊ ആദം ഉണ്ടാക്കുന്ന ദൈവം കണ്ടു. പക്ഷെ ആദം വഴുതി പോയി. അവൻ മണവാളിനെ അവൻ തോന്നുന്ന പോലെ പോയി. പിശാചുകൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ അപ്പനും അനുസരിക്കാതെ പഠിക്കാൻ പോകുമ്പോൾ പിന്നെ തെറ്റിപ്പോകുന്ന പോലെ മനസ്സിൽ പോയി. പാപം കൊണ്ടും അവൻ ശ്രമിക്കപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ മാറിയില്ല. അപ്പോൾ ദൈവം പറഞ്ഞ ഞാൻ മണവാട്ടിയുണ്ടല്ലോ, അവിടെ ആദവെ കൊണ്ട് തെറ്റിപ്പോയി. എങ്കിലും പുതിയ മണവാട്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ നീ കുറച്ച് വില കൊടുക്കണം. ആ പെണ്ണുണ്ടെങ്കിൽ നീ അലസരിക്കണം. പക്ഷെ ജീവൻ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് നിത്യത പോലും സർവ്വജീവാനും ജീവിതകാരനായ ഒരു പെണ്ണിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ മരിക്കണം. അപ്പം ഞാൻ പോകാം. അങ്ങനെ നീ പോകണം. നീ പോയി ഭൂമി ചെന്ന് അവളെ ഉദ്ധരിക്കണം. അവൾ എടുക്കുന്നതിപ്പോൾ ശാന്തിയാണ്. നീ മണവാട്ടിയായി. നീ ഭൂമി വിശുദ്ധിയോടിരിക്കണം. ഭയപ്പെടുമ്പോൾ ആ ഏക വിഷ്ണു വിശുദ്ധീകരിക്കണം. നീ പിന്നെ വേറെ പോയി കഴിഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് ചേർത്തില്ല. അതുകൊണ്ടാണ് ജീവൻ കൊടുക്കേണ്ടി വന്ന് നിൽക്കുന്നത്. എൻ്റെ യേശുവിന്റെ ജീവിതമില്ല, ഞാൻ അവന് വേണ്ടി ജീവിക്കും. അവരുടെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു. നീ പോകുന്നോടി ഞാൻ പോവാം. അന്നൊരു കാണാത്തതിനെ പറയുക ആർക്ക് വേണ്ടിയാ ഒക്കെ ഒരു വലിയ തനിയുടെ ഒരു പകരുണ്ട്. 10,000 മനുഷ്യന് അപ്പനനുസരിച്ച് മരിക്കാതായ മനുഷ്യന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പോകാം. അവൾ മറുപടി താഴെ പോയി ചെന്നപ്പോൾ അവനെ കണ്ടപ്പോൾ മുഴുവൻ അവളുടെ അവൻ ചെന്നു. ഇതുപോലെ നമ്മളീ പോയി യാത്ര ചെയ്യുക. യേശുക്രിസ്തുവിനെ മരിച്ച് മണവാളനെ സ്വീകരിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ എന്നെ കാന്തി വെച്ച് യേശു പറയുന്നത് ഞാൻ കരുതുന്നു. എന്നാൽ ആ ഓഫറുണ്ട്. ഇത് ഓഫറാണ്. ഇനി അതേ സമയത്ത് ഈ ഓഫർ ആറ് സ്വീകരിക്കാൻ യേശുവിനെ കൈകൊള്ളുന്ന എല്ലാத்தைയും പറഞ്ഞത് ഈ മോനും ഇവിടെ ഇനി വാഹനം പോവാം ഫ്രീ ആയാൽ അതുപോലെ യേശുവിന് വേണ്ടി തീരുമാനമെടുത്ത് ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മതം കൂടി തീരുമാനത്തിന്റെ ഒരു അടയാളമായ സ്നാനം പോലെ അത് വിശ്വാസമായ കാര്യങ്ങളാണ്. കർത്താവിനെ പരസ്യമായി പറയാൻ ഇവരെ ഹൃദയിക്കാൻ പോയി ഒപ്പിക്കാൻ പറയാം. ആ സ്നാനം മാത്രമേ അപ്പോൾ ഞാൻ അവരോട് ചെയ്യുന്ന സാധിക്കുക. ഞാൻ വാക്ക് ആദ്യം അവസാനിപ്പിക്കുക. അങ്ങനെ എല്ലാവരും വിവരങ്ങളായി ഈ മണവാളിനെ കുറിച്ച് പറയാം. എലിയാസാറിന്റെ ദാസൻ ഇസാഖിന് ദുർബലം വർണ്ണിച്ചുകൊണ്ടു. എന്റെ യുവാനെ മുതലാണ് അവർ ആരെന്നറിയാമോ? എല്ലാം പെണ്ണും ഞാൻ അവിടെ പോവാ. വീട്ടിൽ സ്വീകരിക്കുന്ന വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ കുറെ പാട്ടുകാർ പറയാ ദേവദാസൻ പാടിയല്ല. ഇതിന്റെ പ്രത്യാശ ഞാനാണ്. ഇതെല്ലാം അടിപൊളിയുള്ള രീതിയിലല്ല. ഇതിന്റെ പ്രത്യാശ ഞാനാണ്. ഇതെല്ലാം പോകുന്നവരെയാണ്. ഇത് സത്യമായ കാര്യങ്ങളാണ്. കാണുന്ന ആൾക്കാരെയും കാണുന്നതായ സത്യമായ ഭാഗ്യമുണ്ട്. ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഭാവിയിൽ കാണുന്ന ഒറ്റയൊരു മാർഗദർശനമാണ്. അപ്പൊ ഇനി കർത്താവിന്റെ രണ്ടാമത്തെ വരവ് പറയുന്ന സമയമാണ് ഈ എൻഗേജ്മെന്റ് കാലമാണ്.
കോടിക്കണക്കിന് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകളാണ് യേശു സ്വീകരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏകദേശം 40% സ്വീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലേക്ക് വന്നിട്ട് 2000 നമുക്ക് മടിയാണ്. നമ്മൾ പാരമ്പര്യം പിടിച്ച് നമുക്ക് പഴയ നമ്മുടെ മറ്റു കാര്യം ജീവിക്കാൻ വിട്ടുകൊണ്ട് യേശു സ്വീകരിക്കണം. ഇത് നിങ്ങൾ കൊണ്ടുപോകത്തില്ല. യേശുവിനെ ആരെങ്കിലുമോ അവർക്ക് ക്രിസ്തുവിനെ മരണമാക്കി സമീപനമാണ്. അത് കത്തോലിക്കൽ സഭയോ പാരമ്പര്യ സഭയോ ഉണർസഭ വർത്തമ സഭയോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണമാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ചിലപ്പോൾ വേണ്ടി യേശുവിനെ വരും. ഈ ലോകത്തിൽ സംഭവം അറിയാമോ? ക്രിസ്തുവിന്റെ മരണമാണ്. ഈ ബൈബിളില് അനേക പ്രശ്നക്കാരൻ അവൻ രണ്ടാമത് വരുന്നു. ഹാനോക്ക് പോലും പ്രവചിച്ചത് അനേകമായ ദൂതന്മാരുമായി കർത്താവിന്റെ കാര്യമാണ്. ഇത് ചെറിയ പേരിയാണെങ്കിൽ ആകാശത്തിന്റെ മണിപ്പന്തലിൽ കൂടാകോടി ദൂതന്മാരുടെ സന്നാഹത്തോടെ സ്വർഗീയ ഗാനങ്ങൾ ആരംഭിക്കുന്ന ഭൂതമത്തിന്റെ ഹല്ലേലൂയ ഇടിമുഴക്കം പോലെ ശബ്ദത്തോടെ സമുദ്രത്തെ ആരാധനയോടെ പറഞ്ഞു ഉച്ചത്തിൽ വിടുമ്പോൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാൻ വായിക്കാൻ അവസാന ഭാഗത്ത് ഈ കല്യാണത്തിൽ പറയുകയാണ്. അവിടെ 19 വായിക്കുന്നു. വെളിപ്പാട് 1 അധ്യായം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 6 വാക്യം മുതൽ വലിയ ഉഷാറിന്റെ ഘോഷം പറയും. പേരുള്ള പോലെ സന്തോഷിച്ച് അവൻ ബന്ധപ്പെടുക. കുഞ്ഞാളുടെ കല്യാണം വന്നുകൊണ്ടോ അവർ കാന്തയും ഒരുക്കിയിരിക്കുന്നു. അവർ ശുദ്ധപുഷ്പമായ ശേഷപ്പെടുത്താൻ കൃപരിച്ചിരിക്കുന്നു. മണവാട്ടിയായിരുന്നു, മണവാട്ടി ഇരിക്കുന്നു, സദ്യ ഒരുക്കിയിരിക്കുന്നു. കിഴക്കിപ്പുറം കൊണ്ടിരിക്കുക. മണവാട്ടി ക്രിസ്തുവാണ്. മണവാട്ടി യേശു സ്വീകരിച്ച തന്റെ സഭ, തന്റെ മണവാട്ടി. മൂന്നാമത് കിഴക്കിപ്പുറം പഴയ ഭക്തന്മാരാണ്. പിന്നെ കല്യാണ സദ്യയാണ്. ദൂതന്മാരുടെ സ്നേഹം പോകുന്ന കാര്യമാണ്. പക്ഷെ അതിനു മുമ്പേ ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെട്ടുപോകും. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭ എടുക്കപ്പെടും. 5 മിനിറ്റുള്ളൂ. അപ്പൊ കർത്താവിനെയാണ് മരിച്ചു മണ്ണ് ഈ ശിലമാർ നമ്മളെ എന്നിട്ട് അവിടെയാണ് നടക്കുന്നത്. ആ സമയത്ത് ഭൂമി ഭയങ്കരപ്പെടുകയും ഇപ്പോൾ ആപ്ലിക്കേഷൻ വന്നിരിക്കും. അവൻ ടച്ചിലെ വന്നിട്ടുണ്ടാവും. അവനെ ആ മുതലേക്ക് ജീവിക്കാൻ പറ്റുന്ന കാലത്തിൽ പക്ഷെ നമ്മൾ ദൈവദേശിക്കാൻ പറ്റില്ല. സഭയുടെ അങ്ങനെ മധ്യാകാശത്തിലെ വിവാഹ ശുശ്രൂഷയാണ്. ആ വലിയ വിവാഹ ആഘോഷത്തിന് വേണ്ടിയിട്ട് കർത്താവ് സമയമായിട്ട് കഴിയും. ചിലർക്ക് ഒരു 1000 ആണ്ട് വർഷത്തെ സ്ഥിതിയാണ്. ചെറുക്കൻ വീട്ടിലേക്ക് 1000 ആണ്ട് വേണ്ടത് ഇപ്പോഴത്തെ പോകും. ആ സമയത്ത് ഈ ആകാശഭൂമി ചുറ്റുകരിച്ച് ഒരു പുതിയ ഭൂമി വരും. അവിടെ മണവാട്ടിയെ പോലെ ഒരു ഭൂമി വരും. വരച്ചു നോക്കാം, വെളിപ്പെടുന്ന വരച്ചു നോക്കാം. ആകാശമായ ഭൂമി മാറിപ്പോകില്ല. അതുകൊണ്ട് അതാണ് സത്യം. മാറിയാണ്. നിങ്ങളുടെ ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്ക് എനിക്ക് സമ്മതമാണ്. ക്രിസ്ത്യന പറഞ്ഞു എനിക്ക് സമ്മതം ഉറപ്പുണ്ട്. വിവിധ പറഞ്ഞ സമ്മതം ഉറപ്പ് പോലീസിലെ ഞാൻ അമ്മ പറഞ്ഞാൽ നിങ്ങൾ അമ്മ ഇത്ര ലഭിക്കും. മധ്യാകാശ മണിപ്പന്തലിൽ പാടുന്നത് സംഭാവന പാടും.
ചെയ്യുവാൻ സഹായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന നൽകുകയാണ്. Please be seated. ദൈവത്തിനെ നമ്മോട് സംസാരിച്ച് സ്തുതിക്കുകയാണ്. കേട്ട ദൈവ ആലോചനയും ദൈവത്തിനെയും ഒരിക്കൽ കൂടി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കുന്നത് വയ്യാതെ ദൈവസമ്മേളനം കിടണമെന്ന് ഒരു വർക്ക് കൂടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് ഈ വിവാഹനിശ്ചയത്തിനായ പലയിടങ്ങളിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. പ്രത്യേകിച്ച് വിവാഹത്തിന് ഏറ്റവും അനുഗ്രഹമായി നടത്തിയ ദൈവം തുടർന്ന് 11-ാം തീയതി കർത്താവെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി നടത്തുവാനൊക്കെ വേണം. ഇതിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനൊക്കെ വേണം. സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിച്ച എല്ലാ ഭക്തദാസന്മാരെയും ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒക്കെ സ്തുതിക്കുമ്പോൾ തന്നെ വരുന്ന ദിവസങ്ങളിലും ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളേണ്ട ഓരോരുത്തരും കർത്താവെ സൃഷ്ടിക്കുന്ന ശുശ്രൂഷകളിൽ എല്ലാ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ആ വിവാഹം നിശ്ചയം ചെയ്ത കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായിട്ട് നടക്കാനായിട്ട് സഹായിച്ച ദൈവത്തിന് 1000 നന്ദി അറിയിക്കുന്നു, സമർപ്പിക്കുന്നു. ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന പാസ്റ്റർമാരെ, പേരിലിരിക്കുന്ന എല്ലാ പാസ്റ്റർമാർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർമാരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നമ്മൾ ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത് ഫിബിനും ജസ്റ്റിനെയും മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി. അപ്പം അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ദൈവസംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. പിന്നെ പെരിഞ്ഞോത്തുനിന്ന് എത്തിയിരിക്കുന്ന ഫിബിൻ്റെ ഫാമിലിക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ പാസ്റ്റർ ഷിജി മത്തായി പാസ്റ്ററിന്, പിന്നെ ഫിബിൻ്റെ ഫാമിലിക്കും പേരൻസിനും അവരുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, ബന്ധുക്കൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഇത്രയും നന്നായിട്ട് നടത്താൻ സഹായിച്ച മ്യൂസിക് പാട്ടുകാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗായകർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് സ്ഥിതിയും വൈഫിനും ഈ സ്റ്റേജ് ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിനും ഫോട്ടോ എടുത്തതിനും വീഡിയോ എടുത്തതിനും ഫിലിനും ഫിലിൻ്റെ വൈഫിനും വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ ഓഡിറ്റോറിയം നമുക്ക് വിട്ടുതരാൻ സഹായിച്ച അവരുടെ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഭക്ഷണക്രമമാണ് ഇങ്ങനെയുള്ളത്. ഭക്ഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം ഭക്ഷണം ഇതിൻ്റെ പുറകിലെ വേദിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് ചോറും കറിയും സെപ്പറേറ്റ് ആയിട്ട് ഒരു കൗണ്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോൺ വെജ് കഴിക്കുന്നവർ കഴിക്കുമെന്ന് അറിയിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. ഫോട്ടോ അവരധികാരിക്കട്ടെ. ശുശ്രൂഷകളുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിന് ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കിടന്ന് സംബന്ധിച്ച പ്രാർത്ഥിച്ച എല്ലാവരും ദൈവം പിന്നീട് അനുഗ്രഹിക്കട്ടെ. ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് പിന്നീട് ഓർപ്പിച്ചാൽ എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ച് ചോറ് ഒരു പോർഷനുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നവരെ ആ പോർഷനിലേക്ക് പോയിരിക്കുക, ഇടയ്ക്കിരിക്കരുത്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനുഷ്യൻ എങ്ങനായിരിക്കുന്നതല്ല ഞാൻ തക്കതായ തുണയുണ്ടാക്കും നല്ല ചെയ്ത സർവശക്തനായ ദൈവം ഏതൊരു തോട്ടത്തിലാകുന്ന തക്ക തുണയെ ഒരുക്കിയതുപോലെ ഇന്ന് ആ ശുശ്രൂഷയിൽ അവർ അനുഗ്രഹമായി നടക്കുവാനിടയായിട്ടുള്ളത് പാടുവാൻ ടീമിനെ മ്യൂസിക് ടീമിനെ ബലപ്പെടുത്തി, പ്രാർത്ഥിപ്പാൻ ഭക്തദാസന്മാരെ ബലപ്പെടുത്തി, മെസ്സേജ് കൊടുക്കാൻ ഭക്തദാസനെ ശക്തമായി ഉപയോഗിച്ചു.
കടന്നു എല്ലാ സമുദ്ര സ്വർഗങ്ങളെയും ദൈവരുടെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. 15-ാം തീയതി അൽക്കൂട് നടക്കുന്ന വിവാഹം വളരെ ശ്രേഷ്ഠമായി അനുഗ്രഹമായി ബ്ലസ്സിംഗായി തീരുവാൻ സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഉടമ്പടി ചെയ്ത് ഭർത്താവ് ഭാര്യയുമായി തീരുന്ന ആ സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കർത്താവ് ദൈവത്തോടെ പ്രാർത്ഥിക്കും. നല്ല ഒരു കുടുംബജീവിതം അവർക്ക് നയിപ്പാത്രമുള്ള ദൈവം സഹായിക്കും. ഇരു കുടുംബങ്ങളെയും സഭകളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. ആദ്യയോടുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള വിരുന്ന് സൽക്കാരങ്ങളെയും പ്രധാനങ്ങളെ ഏൽപ്പിക്കുന്ന കനാവിലെ കല്യാണത്തിൽ ഇറങ്ങി വന്ന് പോരായ്മ സർവശക്തനായ ദൈവം എല്ലാവർക്കും രക്ഷിപ്പാൻ ആഹാരങ്ങൾ നൽകട്ടെ, അതിനെ പൊലിപ്പിച്ചാട്ടെ, സമൃദ്ധമായി അനുഗ്രഹിച്ചാട്ടെ. എല്ലാത്തിനായി നന്ദി നന്ദി നന്ദി. പ്രാർത്ഥനയുടെ സ്തോത്രം ക്രിസ്തുയേശു നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രത്യേക 15-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന മത്സരിക്കുന്നതോടും എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നുപോലെയും കർത്താവിനെ ഉണ്ടായിരിക്കുമാണ്. ആമേൻ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. I walk through seasons, search through every space, a silent longing for a missing grace, that in His perfect timing, clear as morning light, He led my heart to you, my love, making all things right. Now we stand together, promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very day. My heart, it recognized the moment our eyes met, a piece of knowing I could never forget. Through every shared dream and every gentle sign, I see His wisdom in this love of mine. Now we stand together, a promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very day. In laughter, tears, through sunshine and through rain, His faithfulness sustains, easing every pain. Our sacred union, two souls becoming one, reflecting His great love till our race is run. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very
He made you just for me, for this very day. He made you just for me, for this very day. I walk through seasons, search through every space, a silent longing for a missing grace, that in His perfect timing, clear as morning light, He led my heart to you, my love, making all things right. Now we stand together, a promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer.